എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ ടെറസിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ പറമ്പിലുള്ള കൃഷി വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അത് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതാണ് നമ്മുടെ ബറാപ്പിൾ മരം. ഇവിടെയും കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നാണേ. ബറാപ്പിൾ സന്തു, നമുക്കേ ഈ ചേന പറിച്ചെങ്കിലാ? ഇത് ചാക്കിൽ വെച്ചിരിക്കുന്ന ചേന കേട്ടോ. ചേന പറിക്കുന്ന രംഗമാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പം ചേന അങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാധനം. ഇതിനകത്ത് ഈ നാര് മാത്രമേ ഉള്ളല്ലോ. ഏകദേശം ഒരു എത്ര കിലോ ഉണ്ടാവും? 2-3 കിലോ ഉണ്ടാവും. 3 കിലോ ഉണ്ടാവോ? ഇത് മൂത്താണോ? അത് മൂത്ത. പിന്നെ ഇതിന് മൂത്താന്നോണല്ലോ ഇത്. ചോളം നാരങ്ങ ഓറഞ്ച് ഇതല്ലേ. ഇതിനകത്ത് ഇതുണ്ടാവുമല്ലോ, തേനുണ്ടാവും. ഈ പിഞ്ചിങ്ങ പറിക്കാറായെന്നോണല്ലോ, മൂക്കുന്നോണല്ലോ. ഇത്രയും കൂടെ മൂക്കട്ടെ എന്നാ, എന്നിട്ട് പറിക്കാം. ഓക്കെ, പാഷൻ ഫ്രൂട്ട് ആണോ? എന്നുണ്ട് വിശേഷം? സപ്പോർട്ട് മൂത്ത് കൊടുക്കണുള്ളൂ അല്ലേ? അല്ലേ 360 ദിവസം ഉണ്ടാവുന്ന സപ്പോർട്ട് കേട്ടോ അത്. ആണോ? ആ, അപ്പോൾ കിളികൾക്ക് സുഖവഴിയായല്ലോ. 320 ദിവസം. ആ, ഓക്കെ. ചാക്കിലിഞ്ചി ഇതല്ലേ മല്ലി കൂർക്ക നിൽക്കണേ? മധുരക്കിഴങ്ങുണ്ട്. മധുരക്കിഴങ്ങ് ഏതാ? 3 തരമുണ്ട്. വൈറ്റും പിങ്കും. ഏതിന് സൈഡിലേക്കുന്നു മധുരക്കിഴങ്ങ്? 3 തരം. ആ, ഓക്കെ. അതിൻ്റെ ഇല കണ്ടാൽ അറിയാം. നീട്ട. ആ, അതായത് മധുരക്കിഴങ്ങ്. ഇത് വയലറ്റ്. ഇതാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് ഇതും അതും. അത് വയലറ്റും ഉണ്ട്. ഇത് വയലറ്റ് തരം. അതിൻ്റെ വയലറ്റിൻ്റെ അതിന് അറിയാൻ പറ്റും. ഓ, അതിൻ്റെ സ്കിന്ന് അത് വൈറ്റ് ആയിരിക്കും അല്ലേ? അത് വൈറ്റ്. അപ്പോൾ അത് പിന്നെ നമ്മുടെ മഞ്ഞൾ നിൽക്കുന്നു. പിന്നെ മരത്തേലുള്ളത് മരത്തേൽ കാച്ചിൽ കയറ്റിയിട്ടേക്കുന്നു. അതാണ് കാച്ചിൽ. കാച്ചിൽ മുകളിലോട്ട് കയറി പോയിരിക്കും. കാച്ചിൽ കുറേ എണ്ണത്തിൽ നട്ടുണ്ട്. എല്ലാം ചാക്കിൽ ഇപ്രാവശ്യം വരും. അപ്പം അതിൻ്റെ കൂടെ ഒരു തെങ്ങ് നിൽക്കണുണ്ടോ? തലയില്ലാതെ പോയി. തെങ്ങ് മണ്ടിരി രോഗം വന്ന് കണ്ടോ? വെച്ചു. വൈകല്യം പിടിച്ച് തെങ്ങ് നിൽക്കുന്നു. മണ്ടരി കൊണ്ടുപോയി. ആ, പിന്നെ സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നു. കപ്ലങ്ങ, പപ്പായ, നമ്മുടെ മുരിങ്ങ. ഇതെന്നാ സാധനം? ഇതിന് അച്ചാച്ചേറും പറയും. ബറാബറാന്ന് പറഞ്ഞു. ബറബറയോ? ഒരു കുഞ്ഞ് മറ്റേ മാങ്കൂഷിൻ്റെ ചെറിയൊരു പതിപ്പ്. അത് ശരി. അച്ചാച്ചേരുന്നോ? കിണ്ടൽ വാഴയൊക്കെയാണ്. എന്ത് വാഴ? ഇത് കിണ്ടൽ വാഴ. അത് റോബസ്റ്റ. വാഴക്കുല. അത് ചാമ്പ ഇഞ്ചി. ഒരു 5-8 തരം ചാമ്പയുണ്ട് ഇവിടെ. ആ, ശരി. എന്നിട്ട് ബാലിച്ചാമ്പ, പിന്നെ ഡൽഹരി ചാമ്പ, പിന്നെ ചാമ്പകളുണ്ട്. മട്ടോവ ഫ്രൂട്ട് ഉണ്ടാവുന്ന സാധനമാണ്. അത് വലിയ വൃക്ഷമാവും ചേച്ചി. ഭയങ്കര പണ്ട് കാലത്ത്. ഇപ്പോൾ തന്നെ വലുതായില്ല. ഇതിനകത്തുണ്ടായോ? ഇതുണ്ടായില്ല, അടുത്ത വർഷം ഉണ്ടാവും. ഇവിടെ വെയിലിൽ നിൽക്കുന്ന പൂവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാനേ ഈ വീടിന് ചുറ്റുമുള്ള കൃഷികളെ ഒന്ന് കറങ്ങി പെട്ടെന്ന് കാണിച്ചു തരാവേ. കുരുമുളക് ഏറ്റുവിട്ടിരിക്കുന്നത്. ജാതിത്തോട്ടം, ജാതിക്കാത്തോട്ടം. ജാതിയുടെ ഒരു ഹൈറ്റ് ഒക്കെ. വാഴ കാറ്റിൽ മറിഞ്ഞു കിടക്കുന്നതായി കാണുന്നത്. ഇത് ജാതിത്തൈകളാണ് ഇരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ജാതിക്കയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ജാതിത്തൈകളാണ് ഇത്. ആണോ? ഇത് എന്തിൻ്റെ ചെടികളാണ്? ബട്ടർഫ്രൂട്ടുണ്ട്, മാവുണ്ട്,
പേരയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ചാമ്പയുണ്ട്. ഇത് അമ്പഴങ്ങ. ആ, ഇത് അമ്പഴങ്ങ ഒന്നും കാണാനില്ല അല്ലേ? അമ്പഴങ്ങ ഉണ്ടായി വന്നോളൂ. ഈ പൂത്തതാണ്. ഞുങ്ങിണിക്ക് അമ്പഴങ്ങ കിട്ടിയേ. ബാക്കി അമ്പഴങ്ങയൊക്കെ തീർന്നു തോന്നുന്നു. തീർന്നല്ല, ഈ കാറ്റത്തെല്ലാം കൊഴിഞ്ഞു പോയി. കൊഴിഞ്ഞു പോയോ? നിറച്ചുകൊണ്ടാണ്. ഇത് ഓൾ സീസണാ. ആണോ? ആ, വലിയ പുളിയൊന്നും ഇല്ലെന്നോളൂ അല്ലേ? പുളിയില്ല, അത് മധുരമുള്ളതെഞ്ചി. ആണോ? ഓക്കെ. അപ്പോൾ ഒരു കുഞ്ഞ് അമ്പഴങ്ങയാണ് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇത് പ്ലാവ്. ആ, ഇത് മറ്റേ സിന്ദൂർ പ്ലാവാണ്. പ്ലാവാ. അതാ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന, കർണാടകയിലെ സിന്ദൂർ. രണ്ടും ഒരു വർഷം കഴിയുമ്പോൾ കായ്ക്കുമായിരിക്കും. അത് കഴിഞ്ഞ വർഷം മുട്ട ഇത് മുള പൊട്ടിയാന്നു. ആണോ? ഓക്കെ ഓക്കെ. പിന്നെ അത് ദുരിയാൻ എല്ലായിടത്തും. ആ, അത് ദുരിയാൻ. എൻ്റെ അമ്മ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട്. ആ, അത് ഭയങ്കര സ്മെല്ലാ ദുരിയാൻ. ഇതാണ് സംഭവം. ദുരിയാൻ. ഇത് ബ്ലാക്ക് സപ്പോട്ട. അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും ബ്ലാക്ക് സപ്പോട്ട. പേര് ഇത് ബ്ലാക്ക് സപ്പോട്ട. അപ്പോൾ ഉള്ളിൽ മുഴുവൻ ബ്ലാക്ക് കളറായിരിക്കും. ആ, ഇതിനും ചോക്ലേറ്റ് പോലെ. പിന്നെ അത് സ്ട്രോബെറി പേര. ഇതാ സ്ട്രോബെറി പേര. അത് വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട്, യെല്ലോയും ഉണ്ട്. ഇത് കൊണ്ടായി വരുന്നുള്ളൂ. മൂത്തിട്ടില്ലാന്ന് തോന്നുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഓരോരോ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ്. മാങ്കോസ്റ്റീൻ, റംബൂട്ടാൻ, പലതരത്തിലുള്ള മാവുകൾ, പ്ലാവുകൾ. ഇത് ഒളിവിയ. ഇതേ അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ആ, ശരിയുള്ളൂ. അവിടെ കിടപ്പുണ്ടല്ലോ. തെക്കേ അമേരിക്കൻ ഫ്രൂട്ടായിഞ്ചി. ഇട്ടിട്ടില്ല. പഴുത്തിട്ടില്ല. അത് കഴിഞ്ഞ വർഷം ഒത്തിരി ഉണ്ടായി. ആണോ? പഴുക്കം മഞ്ഞ കളറ്. ഈ ആത്തച്ചക്ക പോലെയൊക്കെ തന്നെ. ഉള്ളാത്ത ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നോക്കിയേ. ഇല്ലാത്ത പൂട്ട് തുടങ്ങുന്നുണ്ടോ? ഈ മഴ ഒന്ന് കഴിയും. ഇതിപ്പോൾ സീസൺ അല്ലെന്ന് തോന്നുന്നു അല്ലേ? ഈ കാണുന്നതാണ് ഒരു കാലത്തുണ്ടായിരുന്ന നെൽപ്പാടങ്ങൾ. ഇപ്പം നെൽപ്പാടങ്ങളെല്ലാം പോയി പുൽപ്പാടങ്ങളായി. ഇത് നേരെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിഴക്കമ്പലം ജംഗ്ഷനിലെത്താം. ഇരുമ്പമ്പുളി. അത് ഒരു കട മഞ്ഞളും. ലൂബിക്ക. അയ്യോ, ചാടി പോയത്. പഴുത്തൊക്കെ പറിച്ചെടുക്കാം അല്ലേ? നെല്ലിക്ക. ഇതെല്ലാം ടയറിലാണോ വെറുതെക്കുന്നത്? ടയറിലെ പരീക്ഷണമാണോ? കാറിന് ടയർ മാറ്റിയപ്പോൾ. അപ്പോൾ ടയറിനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്ത ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ടയറിൻ്റെ ഉള്ളിൽ ഇഞ്ചി നിൽക്കുന്നു, നാരകം നിൽക്കുന്നു, പിന്നെ അതെന്താ പറയുക, സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടയർ പോലും കളയാതെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വഴുതനങ്ങ അങ്ങനെ ഏകനായിട്ട് കിടക്കുന്ന കാഴ്ചയാണിത്. ആണോ? വിത്തിന് വേണ്ടിയിട്ടിരിക്കുന്ന വഴുതനങ്ങ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. യാതിക്കാം കിടക്കുന്ന അവിടെ. ആ, ഇതിൻ്റെ ഇടയ്ക്കൊരു എടനയും കൂടെ നിൽപ്പുണ്ട്. നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം. ഇത് വെറ്റിലക്കൊടിയല്ലേ നമുക്ക് മുറുക്കണ സാധനം? ഓറഞ്ചാണോ നാരങ്ങയാണോ? അത് ബുഷ് ഓറഞ്ച്. ഓറഞ്ചോ? ഇത് കുറച്ചും പഴുത്തോട്ടെ. അല്ല, എനിക്ക് പറിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അത് വെച്ചാൽ അത് തന്നെ ചാടിപ്പോവും. ആ, അടുത്ത് നിൽക്കണമെന്ന് വേണമെങ്കിൽ പറിച്ചോ. വേണ്ട, ഓർമ്മ പറിക്കാം. കൃഷി വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാവേ.